റീഹാബിലിറ്റേഷൻ എക്സസൈസ് അല്ലെങ്കിൽ പുനരധിവാസ പ്രക്രിയകളിലൂടെ കടന്നു പോയാൽ ഇപ്പോൾ ഒരു എക്സസൈസ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് എക്സസൈസുകളാവട്ടെ വെതർ അവരുടെ മാനസിക സമ്മർദ്ദം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു മെൻ്റൽ സ്ട്രെസ്സും ഇതുമായിട്ട് ബെനിഫിഷ്യൽ ആവും? ഒരുപാട് സ്റ്റഡീസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മുന്നേ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഇൻഫ്ലുവൻസർ ആയിരുന്നു. അപ്പം പെട്ടെന്നാണ് അവർക്ക് ഒരു ദിവസം ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു. അതിനുശേഷം അവർ ആകെ ഡിപ്രസ്ഡായി. അവർ സ്റ്റാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവർ റെഗുലറായിട്ട് ഫോളോ അപ്പ് വരാൻ തുടങ്ങി. അതിനുശേഷം ഐ തിങ്ക് ഒരു 5 or 6 ഇയേഴ്സ് ശേഷം അവർ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്ത് അവർ മുന്നേ എന്തോ 1 million എന്തായിരുന്നു അവർക്ക്, അത് ഡബിളായി എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് അവരെ ഫിറ്റ്നസ്, അത് റെഗുലർ എക്സസൈസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയ പോലെ തിരിച്ചു വരാനും ഐ തിങ്ക് ഒരു ക്യാൻസർ സർവൈവർ എന്ന നിലക്ക് അവർക്ക് കൂടുതൽ ആളുകളെ കോൺഫിഡൻസിൽ കൊണ്ടുവരാനും സാധിക്കും. ആ രീതിയിൽ നമ്മൾ എപ്പോഴും റീഹാബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റിന് മാത്രമല്ല പോസ്റ്റ് ട്രീറ്റ്മെൻറ്റും അവർക്ക് മോർ ബെനിഫിഷ്യൽ ആയിരിക്കും. ഒരു കാലത്ത് ക്യാൻസർ ചികിത്സയിൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുമെന്ന് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ മാറി അല്ലെങ്കിൽ അസുഖം നല്ല കൺട്രോളിലായി നമ്മളൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് എത്ര നാൾ ജീവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓരോ ദിവസവും ആഘോഷിക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് മെൻ്റലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും അങ്ങനത്തെ ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയധികം ഓൺകോളജി റിസർച്ച് വളർന്നിട്ടുണ്ടെന്നാണ് അർത്ഥം.